വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വി.ജെ. ജെയിംസ് എഴുതിയിരിക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകം എന്ന നോവലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിൻ്റെ വില 290 രൂപയാണ്. ഈ പുസ്തകം DC ബുക്സ് അവരുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. ഏറ്റവും നല്ല നോവലിനുള്ള ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു. അങ്ങനെ അതിൽ പങ്കെടുത്തതിൽ നിന്ന് ഏറ്റവും മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്ത ഒരു നോവലാണ് പുറപ്പാടിൻ്റെ പുസ്തകം. വി.ജെ. ജെയിംസ് ഏകദേശം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 1999 ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 25 കൊല്ലമായിട്ടുണ്ട് ഈ നോവൽ ഇറങ്ങിയിട്ട്. ഞാൻ ഈ നോവൽ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു ബൈബിൾ സ്റ്റോറി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വായിക്കാതെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ആണ് വി.ജെ. ജെയിംസ്, നമുക്ക് അങ്ങനെ പരിചയമില്ലാത്ത ഒരു എഴുത്തുകാരനാണ്. പിന്നീടാണ് ഞാൻ നിരീശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ വായിക്കുന്നത്. ആ നോവലിലാണ് ഞാൻ ശരിക്കും വി.ജെ. ജെയിംസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഫാനായി മാറിയത്. അപ്പോൾ അതിനകത്ത് അത് 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരു നോവലാണ്. അപ്പോൾ നിരീശ്വരൻ വായിച്ച് ഫാനായിട്ടാണ് ഞാൻ പിന്നെ ആൻറ്റി ക്ലോക്ക് വായിക്കുന്നത്. പിന്നീടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചോരശാസ്ത്രം, ദത്താപഹാരം, പുറപ്പാടിൻ്റെ പുസ്തകം, ഇതൊക്കെ ഞാൻ വാങ്ങിയതും അത് വായിക്കാനായിട്ട് ആരംഭിച്ചതും. അപ്പം അങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം. അപ്പം നമ്മൾ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഫാനായി. പക്ഷേ ഈ പുസ്തകവും നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതി നമുക്കൊന്നും കൂടി ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു നോവൽ തന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം. ഇതിനകത്ത് നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഗുമസ്തനായിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്. ഇതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്ന കഥയിൽ ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള തോട്ട്സും പിന്നെ അസ്തിത്വവാദം, അതായത് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞ അതായത് ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഒരു ഐഡിയോളജി ആണ് ഈ അസ്തിത്വവാദം, അതായത് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായത്, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതായത് മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജനനം എന്നുള്ളത് മനുഷ്യൻ ജനിക്കുന്നു, അതിൽ ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ചേരേണ്ടത്. അല്ലാതെ മനുഷ്യൻ ജനിക്കുന്നത് വലിയ സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളതൊക്കെയാണ് ഈ അസ്തിത്വവാദത്തിൻ്റെ ഒരു ചിന്ത. ഒരു ചിന്ത, കുറേ ചിന്തകളുണ്ട്, അതിലൊരു ചിന്ത. നമ്മളുടെ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കതിനകത്ത് കുറേ ചോയ്സുകളുണ്ട്. നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഇച്ഛകളും നീഡ് ആൻഡ് വിഷാണ്. നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണോ എന്നുള്ളതൊക്കെ നമ്മുടെ യുക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ യുക്തിക്ക് മേളിൽ ഇപ്പം നമ്മൾ കുറേ അച്ചീവ്മെൻറ്റ്സ്, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ഇതൊക്കെ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ഇങ്ങനത്തെ ഈ അസ്തിത്വവാദം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയാണ്. അതായത് മൊത്തമായിട്ട് ഈ ലോകത്തിൽ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരവസ്ഥയിൽ നമ്മളായിട്ട് അങ്ങനെ ചെയ്യണോ എന്നുള്ള, അതായത് നമ്മൾ അച്ചീവ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ ഏകാന്തതയും പിന്നെ കുറച്ചൊക്കെ ആൻസൈറ്റിയും പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത, നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊക്കെ ഒരു ചിന്തയൊക്കെയാണ് ഈ അസ്തിത്വവാദത്തിൻ്റെ മെയിനായിട്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൽബർട്ട് കാമു, കാഫ്ക, പിന്നെ അല്ലെങ്കിൽ ദസ്തേവ്സ്കി, ഇവരുടെയൊക്കെ നോവലിൽ വായിക്കുമ്പോൾ അതിലത്തെ നായകനോ അല്ലെങ്കിൽ ആ ഐഡിയോളജിയൊക്കെ ഏകദേശം ഇതിനോടൊക്കെ സാമ്യപ്പെടുന്നതാണ്. അവരുടെ ചിന്തകളൊക്കെ അങ്ങനത്തെ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ചിന്തകളൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആനന്ദിൻ്റെ ആൾക്കൂട്ടം വായിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നമുക്ക് അതിനകത്ത്. പിന്നെ അതുപോലെ M. മുകുന്ദൻ്റെ ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു വലിയ രമേശൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ആധ്യാത്മികവാദവും ഒക്കെ കൂട്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേക ഒരു അസ്തിത്വവാദം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ചിന്താ രീതിയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഈ നോവലിലും കുഞ്ഞുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നായകൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയാണ്. ഇപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാരണം ചുറ്റുമുള്ള ഒരുപാട് പേരുടെ ദുഃഖങ്ങളും ഒക്കെ ഇയാളുടേതാണെന്ന് ചിന്തിക്കുകയും ആ ദുഃഖങ്ങൾ ഇയാൾ അനുഭവിക്കുന്നില്ല, അത് അവരുടെ ദുഃഖങ്ങളാണെങ്കിലും പക്ഷെ അത് ഇയാളുടെ ദുഃഖങ്ങളാണെന്ന് ഇയാൾ ഇതാക്കി അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിലൊക്കെ വ്യാകുലപ്പെടുകയും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെയുള്ള ചിന്തകളും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞുട്ടി. ഭയങ്കര സോഫ്റ്റായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത ഒരു കഥാപാത്രമാണ് കുഞ്ഞുട്ടി.
ഈ നോവലിന്റെ തുടക്കത്തിൽ വല്യമ്മച്ചി കുഞ്ഞുമകനായിട്ടുള്ള കുഞ്ഞൂട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പ്രയാണങ്ങൾക്ക് മുമ്പ് വളരെ പണ്ട് പണ്ട് ഒരു ഹോമപക്ഷി മേഘകൂടാരങ്ങളിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ചാമപ്പൊറ്റ എന്ന സ്ഥലത്തേക്ക് വന്നിറങ്ങുകയാണ്. അവൾക്ക് ആ നാട് കാണണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പക്ഷി വന്നിറങ്ങുന്നത്. പക്ഷെ ആ വന്നിറങ്ങുന്ന സ്ഥലത്ത് നിറയെ കഴുകന്മാരായിരുന്നു. അപ്പോൾ അതിനകത്ത് അവളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് ആദ്യം അവളുടെ കാലുകൾ തകർത്തു. പിന്നെ അവൾ പറക്കാൻ നോക്കുമ്പോൾ അവളുടെ ചിറകുകൾ തകർത്തു. അങ്ങനെ ആകെ വിഷമിച്ച് ആ ഹോമപക്ഷി ഇല്ലാതെയാക്കുന്ന ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വല്യമ്മച്ചി കുഞ്ഞൂട്ടിനെ. അപ്പോൾ വല്യമ്മച്ചിയും സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ചാമപ്പറ്റയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയോട് കൂടിയിട്ടാണ് ഈ വല്യമ്മച്ചി കഥ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് പറയുന്നത്, ഈ വല്യമ്മച്ചി വ്യക്തമല്ലാത്ത ഒരു കാരണത്താൽ സ്വന്തം നാട്ടിൽ നിന്ന് ഭർത്താവ് മരിച്ചിട്ട് സ്വന്തം മകനെയും കൊണ്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു വരുന്നതാണ് ഈ നാട്ടിലേക്ക്. ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടംതുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ പൊട്ടംതുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുരുത്താണ്. അപ്പോൾ അതിൽ പൊട്ടൻ ചെടികളാണ് ആദ്യമായിട്ടുണ്ടായത്. അങ്ങനെയാണ് അത് പൊട്ടംതുരുത്ത് എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇതൊരു കണ്ടൽക്കാട് മാൻഗ്രോവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലോ. അങ്ങനെ ആ ചെടി അവിടെ പൊട്ടൻ തുരുത്ത് എന്ന പേര് വന്നിട്ട്, അപ്പോൾ അവിടെ ചോനാച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ വല്യമ്മച്ചീനെയും വല്യമ്മച്ചിയുടെ മകനെയും അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഈ വല്യമ്മച്ചിയുടെ മകൻ അവസാനം ഈ ചോനാച്ചു ഒക്കെ സഹായിച്ചു. പിന്നീട് വല്യമ്മച്ചിയുടെ മകൻ ഇത്തിരി വലുതായപ്പോൾ കടമുറിയും ഒക്കെ പണിത് ഇത്തിരി കച്ചവടമൊക്കെ ആയി അവർ വീട് പണിട്ട് അങ്ങനെ അവർ ഒത്തിരി മെച്ചപ്പെട്ടു. അങ്ങനെ ഈ കടമുറികൾ നടക്കുന്നതിലാണ് ഈ വല്യമ്മച്ചിയുടെ മകൻ്റെ പേരാണ് സവരിയാസ്. ഈ സവരിയാസ് എന്നിട്ട് ആ നാട്ടിലുള്ള ഏലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലൊക്കെ വരുന്ന അങ്ങനെ കണ്ട അങ്ങനെ ഏലിയുമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഉണ്ടാവുന്നതാണ് ഈ കുഞ്ഞൂട്ടി. അപ്പോൾ വല്യമ്മച്ചി കുഞ്ഞൂട്ടിയുടെ കഥ പറയുന്നതാണ്. പിന്നെ ഈ ഇതിനകത്തുള്ള ചോനാച്ചുവിൻ്റെ മകൻ കൊപ്പൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾക്ക് ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ എഴുത്താശാൻ, ദിവാകര മേനോൻ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഒരു ഒത്തിരി ഒരു മെൻ്റൽ ഒരു ഇതുള്ള പോലെ ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ചില എന്താണ് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മെൻ്റൽ കണ്ടീഷനൊക്കെ ഉള്ള ആളായിട്ട് നോർമലാണ്, എന്നാൽ അവർക്ക് ഒരു കുറച്ചൊക്കെ എന്താണ് അതിപ്പോൾ ആ നാട്ടിലെയുള്ള ചില അന്ധവിശ്വാസങ്ങളാവാം, അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു എഴുത്താശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീട്ടിൽ ഈ കുഞ്ഞൂട്ടീനെയൊക്കെ എഴുത്തിനിരുത്തിയിരുന്ന ആളാണ്. അപ്പോൾ അയാൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ പണ്ട് കാലങ്ങളിൽ ഇയാളുടെ പൂർവികരായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ പൂട്ടിയിടുകയാണ്. എന്നിട്ട് ഇപ്പം ഞാൻ തുറന്നു തരില്ല, വീട് തരില്ല, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കഥാപാത്രം. പിന്നെ ഇതിനകത്ത് അനീറ്റ, പാറൂട്ടി, നന്ദിനി, പിന്നെ സൂസന്ന, തെരേസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സൂസന്ന, തെരേസ, അനീറ്റയൊക്കെ കുഞ്ഞുകുട്ടി, സൂസന്നയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള മീൻസ് സാധാരണ യുവതികളാണ്. അനീറ്റ, പാറൂട്ടി, നന്ദിനിയൊക്കെ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ എന്താ പറയുക, ഇവരുടെയൊക്കെ ജീവിതം, ഇവരുടെയൊക്കെ എന്താണ് അവസാനം ഒക്കെ നമ്മൾക്ക് തോന്നും ആ ഹോമപക്ഷിയായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥയായിട്ടാണ് എഴുത്തുകാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞൂട്ടി ഹോസ്പിറ്റലിലാണ്. സൂസന്ന ഈ കുഞ്ഞൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സൂസന്നേനെ കാണാതാവുകയും ഈ കുഞ്ഞൂട്ടി ആശുപത്രിയിലാവും. അപ്പോൾ ഭയങ്കരമായ നിരന്തരമായ പനിയാണ്, ജീവൻ രക്ഷപ്പെടുമോ എന്ന് വരെ ഈ അമ്മയായ ഏലിയും സവരിയാസും ഒക്കെ സംശയിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞൂട്ടിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഐസക്ക് ആണ് ഡോക്ടറിനോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഐസക്കിനോടാണ് ഡോക്ടർ പറയുന്നത്. പേടിക്കേണ്ട, പനി കുറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇയാളാകെ ഈ കുഞ്ഞൂട്ടി ആകെ എന്തെന്നാണ് നമ്മൾ പനി വന്നിട്ട് ഇല്ലാതാവാന്നൊക്കെ പറയുന്ന പോലെ ശരീരവും മനസ്സും തകർന്ന പോലെ ആവുകയാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വിശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ജോലിക്കൊക്കെ പോവാനൊക്കെ ആവുന്നത്. അപ്പോൾ അവിടെ ഈ കുഞ്ഞൂട്ടിയുടെ ഒരു സഹപ്രവർത്തകനാണ് ദിവാകര മേനോൻ. അപ്പം അങ്ങനെ ദിവാകര മേനോൻ്റെ കഥ, അങ്ങനെ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ദുഃഖം. അപ്പം ഇതിൽ അസാധാരണമായിട്ടുള്ള കഥാപാത്രങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നോർമൽ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളായാലും ഇപ്പോൾ എൻ്റെ ലൈഫിലായാലും നിങ്ങളുടെ ലൈഫിലായാലും എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളുള്ള കുറേ കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ പോട്ടംതുരുത്തിൽ വന്നു ചേർന്നപ്പോൾ ഈ കുഞ്ഞൂട്ടി അവിടെ വളർന്നു വരുമ്പോൾ കുഞ്ഞൂട്ടി പരിചയപ്പെടുന്ന അവിടെ വന്നു ചേരുന്ന കഥാപാത്രങ്ങൾ, അവിടെ നിന്ന് പോയ കഥാപാത്രങ്ങൾ, പിന്നെ അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന കഥാപാത്രങ്ങളെ ഒക്കെ വെച്ചിട്ട് കുഞ്ഞൂട്ടി ഒരു പുസ്തകം എഴുതുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കുഞ്ഞൂട്ടി എങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന് സൂസന്നയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതും, പിന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന തെരേസയ്ക്ക് എന്ത്
എന്ത് പറ്റി എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ കഥയായിട്ട് വരുന്നത്. അപ്പോൾ കുഞ്ഞൂട്ടിയുടെ ജീവിതമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. കുഞ്ഞൂട്ടിയുടെ ഏകാന്തതയും ഫിലോസഫിക്കലായിട്ടുള്ള തോട്ട്സും ഒക്കെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഐസക് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ തടിമില്ലിൻ്റെയൊക്കെ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ അതിലധികം വലിയ മെച്ചമൊന്നും ഇല്ലാതെ നഷ്ടം വരുമ്പോൾ ഈ ഐസക് കായൽ കയ്യേറിയിട്ട് അവിടെ എന്താണ് ചെമ്മീൻ കെട്ട് പോലെ നടത്താമെന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ ആ സ്ഥലം കാണിക്കാനായിട്ട് കുഞ്ഞൂട്ടീനെയും കൊണ്ട് ഈ ഐസക് അവിടെ ചെല്ലുമ്പോൾ അവിടെ സാധാരണക്കാരനായിട്ടുള്ള ചൂണ്ടയിടുകയും വലയെറിയുകയും ചെയ്യുന്ന സാധാ മീൻപിടുത്തക്കാരുണ്ട്. കുഞ്ഞൂട്ടിയുടെ ചിന്ത ഐസക് ഇത് മുഴുവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മനസ്സിലായോ? അങ്ങനത്തെ ചിന്തകളാണ് കുഞ്ഞൂട്ടിക്ക്. അവരെന്ത് ചെയ്യും എന്നുള്ളത്. അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ ദിവാകരമേനോൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് സ്വന്തം ദുഃഖമായിട്ട് അയാൾക്ക് എന്തിനിങ്ങനെ വന്നു, എന്നിട്ട് അത് സ്വന്തം ദുഃഖമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുഞ്ഞൂട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നെ ഇതൊരു നോവൽ, വളരെ വായിക്കാൻ രസമുള്ള ഒരു നോവലാണ്. പിന്നെ ഇതൊരു ഈസി റീഡ്, പെട്ടെന്ന് വായിച്ചു തീർക്കുന്ന ഒരു നോവൽ പോലെയല്ല. ഇതൊരു സീരിയസ് ആയിട്ട് നല്ല വാചകങ്ങളും നല്ല ആഖ്യാന രീതിയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. നമ്മളിതിങ്ങനെ ആസ്വദിച്ച് വായിച്ച് പോകേണ്ട ഒരു നോവലാണ്. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒറ്റ ഇരിപ്പിനെ അങ്ങോട്ട് വായിച്ചത്. കാരണം ഇത് വായിക്കുമ്പോൾ ഇപ്പോൾ അനീറ്റയുടെ ദുഃഖമായാലും പാറൂട്ടിയുടെ സങ്കടങ്ങളായാലും നമ്മളത് വായിക്കുമ്പോൾ നമുക്കും ആ ഒരു വിഷമവും ആ ഒരു സങ്കടവും നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റാത്ത, ഇതിങ്ങനെ നമ്മൾ വായന ആസ്വദിക്കേണ്ട തരത്തിലുള്ള ഒരു നോവലാണ് പുറപ്പാടിൻ്റെ പുസ്തകം. വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള, അതായത് നല്ല വായനക്കാരെ, അല്ലാതെ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന, ഇപ്പം ഞാൻ പറയുന്ന പോലെ നമുക്ക് ക്രൈം ത്രില്ലേഴ്സ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ നോവൽസും വായിക്കാനായിട്ട്, ഇപ്പം ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് ആയാലും ക്ലാസിക് ആയിട്ടുള്ള നോവൽസ് ആയാലും ഏത് ജോണർ ആയാലും എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ നോവൽസ്, ഇപ്പം നമ്മൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം, മുകുന്ദൻ്റെ നോവൽ, MTയുടെ നോവൽ, OV വിജയൻ്റെ നോവൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യപ്രസക്തമായിട്ടുള്ള വാചകങ്ങളും നമുക്ക് ഒരുപാട് ഐഡിയാസും ഒക്കെ തരുന്ന, ഒരുപാട് ചിന്തകളും ഒരുപാട് ദുഃഖവും, നമുക്കിതിനകത്ത് ദുഃഖവും സന്തോഷവും എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു നോവലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നോവൽ നമ്മളത് ആസ്വദിച്ച് വായിക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ വായിച്ച് തീർക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് ആസ്വദിച്ച് വായിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുകയാണ്. നല്ലൊരു നോവലാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എക്സോഡസ് എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നു. അതിന് മുന്നിലും പിന്നിലും വേറെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ നമുക്ക് കനാൻ ദേശത്തേക്ക്, അതായത് ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തേക്ക് പോകുന്നതാണ് പഴയ നിയമത്തിൽ ഈ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. അതായത് ബൈബിളിലെ ഒരു പുസ്തകമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു പൊട്ടൻതുരത്തിലേക്ക് വന്നിട്ട് ജീവിതം എന്താ പറയുക പച്ചപിടിപ്പിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു കഥയും കൂടിയായിട്ടാണ് ഈ നോവൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.